നമസ്കാരം. വിദേശ രാജ്യങ്ങളിലെ ഡേറ്റിംഗ് ആപ്പുകൾ ആളുകൾ പരസ്പരം പരിചയപ്പെടാനും അടുക്കാനുമെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇന്ത്യയിലെത്തുമ്പോൾ ഇത്തരം ആപ്പുകൾ വഴി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് പതിവായി നടക്കാറുള്ളത്. കാസർകോട്ടെ പോക്സോ കേസിൽ വില്ലനായ ഗ്രിൻഡർ ആപ്പ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതും നിയമവിരുദ്ധമായിട്ടാണ്. പണം നൽകിയുള്ള ലൈംഗിക ഉപയോഗം, ലഹരിമരുന്ന് കച്ചവടവും പണം തട്ടലും എല്ലാറ്റിനും ഇത്തരം ആപ്പുകൾ മറയാകുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലൈംഗിക വൈകൃതങ്ങൾക്കും ഈ ആപ്പ് ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കാസർഗോഡ് 16-കാരനെ ലൈംഗികമായി ഉപയോഗിച്ചത് പണം നൽകിയാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാഷ്ട്രീയ നേതാക്കൾ, റെയിൽവേ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേരാണ് പിടിയിലായത്. ഇതോടെയാണ് ഗ്രിൻഡർ ആപ്പ് വിവാദ നായകനാകുന്നത്. ഇന്ത്യയിലടക്കം വളരെ പരിചിതമായ ആപ്പാണ് ഗ്രിൻഡർ ആപ്പ്. അമേരിക്ക ആസ്ഥാനമായി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഗ്രിൻഡർ. ഗേ വ്യക്തികൾക്ക് തമ്മിൽ പരിചയപ്പെടാനും വേണ്ടിയാണ് ഈ ആപ്പ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ആപ്പിന് പ്ലേ സ്റ്റോറിൽ മാത്രം 5 കോടിക്ക് മുകളിൽ ഡൗൺലോഡുണ്ട്. ആപ്പിൽ അക്കൗണ്ട് എടുക്കുന്നവർക്ക് സമീപത്തുള്ള ആളുകളെ കാണാനാകും. തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കേണ്ട മേഖലയിൽ ഇത്തരത്തിൽ ലൈംഗിക വൈകൃതങ്ങൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ആളുകളെ കണ്ടെത്താനാണ് ഉപയോഗിക്കുന്നത്. പെയ്ഡ് എന്ന് അറിയിച്ച് ലൈംഗിക ബന്ധത്തിന് പണം നൽകുന്നവർ, മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നവർ, പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ചൂഷണത്തിന് ആവശ്യപ്പെടുന്നവർ, ആപ്പിൽ നിന്നും നേരിട്ട് ചിത്രങ്ങൾ ഉൾപ്പെടെ കരസ്ഥമാക്കി ബ്ലാക്ക്മെയിലിലൂടെ പണം തട്ടുന്നവർ തുടർച്ചയായി നിരവധി കേസുകളാണ് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി ആപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ വർഷം വിഷയത്തിൽ ഇടപെട്ട മദ്രാസ് ഹൈക്കോടതി ആപ്പ് നിരോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായം തേടിയിരുന്നു. ആപ്പിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ വിദേശ രാജ്യങ്ങളിലും നിരവധി കേസുകളുണ്ട്. സമൂഹത്തിൽ രഹസ്യജീവിതം നയിക്കാൻ നിർബന്ധിതരായ ക്വീർ മനുഷ്യർക്ക് പരിചയപ്പെടാനുള്ള ഇടമെന്ന നിലയിൽ ആപ്പിന്റെ ആശയം നല്ലതാണ്. പക്ഷേ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പ്രധാന പ്രശ്നം. അതിനിടെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയം സ്ഥാപിച്ച് 16 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും RPF ജീവനക്കാരനും ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് പോക്സോ കേസ് ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 7 പേരെ കോടതി റിമാൻഡ് ചെയ്തു. ബേക്കൽ AEO പടനക്കാട്ടെ VK സൈനുദ്ദീൻ, RPF ജീവനക്കാരൻ പെലിക്കോട് എരവിലെ ചിത്രരാജ്, വെള്ളച്ചാലിലെ സുകേഷ്, വടക്കേക്കോവിലെ റയീസ്, തൃക്കരിപ്പൂർ കാരോളത്തെ കുഞ്ഞഹമ്മദ്, ചന്ദേരയിലെ അഫ്സൽ, പടനങ്കാട്ടെ റംസാൻ, ചെമ്പ്രകാനത്തെ നാരായണൻ, ചീമേനിയിലെ ഷിജിത്ത് എന്നിവരാണ് പിടിയിലായത്. AEO VK സൈനുദ്ദീനെ സസ്പെൻഡ് ചെയ്തതായി വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ആകെ 16 പ്രതികളുള്ള കേസിൽ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട്ടെ സിറാജുദ്ദീൻ ഉൾപ്പെടെ 7 പേർ ഒളിവിലാണ്. സിറാജുദ്ദീന്റെ 2 മൊബൈൽ ഫോണുകളും സ്വിച്ച്ഡ് ഓഫ് ആണ്. ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. യൂത്ത് ലീഗിലെ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പ്രധാന ഭാരവാഹിയാണ് ഇയാൾ ഒഴികെയുള്ള 6 പേർ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഇവരുടെ വിവരങ്ങൾ അതത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാർത്ഥിയെ സ്വർഗാനുരാഗികൾ ഉപയോഗിക്കുന്ന ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധം സ്ഥാപിച്ചാണ് ഇവർ 2 വർഷത്തോളം പീഡിപ്പിച്ചത്. 18 വയസ്സുകാരനാണെന്ന് രേഖപ്പെടുത്തിയാണ് ആപ്പിൽ ആൺകുട്ടി അക്കൗണ്ട് നേടിയെടുത്തത്. ജില്ലയിലെ പല സ്ഥലങ്ങളിലെത്തിച്ച് ഇവർ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതായിട്ടാണ് പോലീസ് പറയുന്നത്. വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടുന്നത് കുട്ടിയുടെ മാതാവ് കണ്ടിരുന്നു. തുടർന്ന് ചന്ദേര പോലീസിൽ പരാതി നൽകി. ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയിൽ നിന്ന് വിവരം ശേഖരിച്ചതോടെയാണ് പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ചന്ദേര, നീലേശ്വരം, ചീമേനി, വെള്ളരിക്കുണ്ട്, ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനുകൾക്കാണ് അന്വേഷണ ചുമതല.